വെളിവില്ലാത്തവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴമക്കാർ പറയാറുണ്ട്, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ 3 പേര് ഒരിക്കലും ഇറങ്ങരുതെന്ന്. UDF എപ്പോഴൊക്കെ അധികാരം കിട്ടിയിട്ടുണ്ടോ, വകുപ്പ് തല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ എപ്പോഴും പൊല്ലാപ്പുകളാണ്. ഈ പ്രാവശ്യം അത് തെറ്റിയില്ല. ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തവൻ്റെ അധ്വാന ഫലം കൊതി കാരണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന രണ്ടാമനെയും ആദ്യത്തെയും രണ്ടാമത്തവനെയും ചതിക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന മൂന്നാമത്തവനെയുമാണ്. സംസാരം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇതിലിപ്പോൾ ആദ്യത്തെ ആളുടെ അധ്വാനത്തിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തിനെതിരെ കിട്ടുന്ന ഓരോ അവസരവും മുതലാക്കി ഓരോ അവസരങ്ങളിലും ഭരണപക്ഷത്തിനെ തല്ലിച്ചതച്ച VD സതീശനാണ് ആദ്യത്തെ ആൾ. കഴിഞ്ഞ 5 വർഷവും പുള്ളി നല്ലോണം കഷ്ടപ്പെട്ടു. പാർട്ടിയിലെ ഓരോ പെണ്ണുപിടിയന്മാരെയും എല്ലാവരെയും മുഖം നോക്കാണ്ട് പുള്ളി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പുള്ളീനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. കാര്യം പുള്ളിയുടെ മാത്രം ഒരു കഴിവ് കൊണ്ടാണ് ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷം അടുപ്പിച്ച് നമ്മളെ ഭരിച്ച ഒരു ഭരണകൂടത്തിനെതിരെയുള്ളൊരു വികാരം, അതാണ് പുള്ളിക്ക് ഇപ്രാവശ്യം മുതൽക്കൂട്ടായത്. തർക്കമൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരാളുടെ അധ്വാനം കണ്ടില്ല എന്ന് നടിക്കാൻ മുന്നണിയിലുള്ളവർക്കും AICCയോ ഹൈക്കമാൻഡിലുള്ളവർക്കും അങ്ങനെ സാധിക്കുന്നൊരു കാര്യമാണോ? അത് അയാളോടും ഈ മുന്നണിയിലുള്ളവരോടും കോൺഗ്രസ് പാർട്ടിയുടെ അണികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും ക്രൂരതയുമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഇലക്ഷനിൽ UDF മുഖം തന്നെ അയാളായിരുന്നു, VD സതീശൻ. എന്നിട്ടിപ്പോൾ ഇന്ന് ഇത്രയും കണ്ട പോരാട്ടങ്ങളെല്ലാം കഴിഞ്ഞ് അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ അതെന്തൊരു ആഭാസത്തരമാണിത്. ഇതിപ്പോൾ മണ്ണും ചാരിയിരുന്നോ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ അവസ്ഥയിലായി. അതിലും കുറച്ച് ഉചിതമായിട്ടുള്ളൊരു ചൊല്ലെന്ന് പറഞ്ഞാൽ അനിയത്തിനെ കാണിച്ച് ചേച്ചീൻ്റെ കല്യാണം നടത്തുക. അതാണിപ്പോൾ UDF മേലാളന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആളിലേക്ക് വരാം, ശ്രീമാൻ രമേശ് ചെന്നിത്തല. ഇങ്ങേർക്ക് ഈ വയസ്സാം കാലത്ത് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശ്രീമാൻ ചെന്നിത്തല ഇത്രേ ആലോചിക്കുന്നുള്ളൂ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും കിട്ടിയില്ല, പറഞ്ഞു പറ്റിച്ചു ഹൈക്കമാൻഡ്. ഈ പ്രാവശ്യം പറഞ്ഞു പറ്റിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വയസ്സ് 69ആയി. ഇനി ഒരു 5 വർഷം കാത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 74 വയസ്സാവും. 74 വയസ്സിൽ ഭരണം എന്തായാലും മാറും. അടുത്ത 5 വർഷം കൊണ്ട് അത് LDFകാർ കൊണ്ടുപോകും. പിന്നെ വീണ്ടും ഒരു 5 വർഷം കൊണ്ട് കാത്തിരിക്കണം. അപ്പോൾ 79 വയസ്സായി. പിന്നെ ഭരിക്കാൻ പോയിട്ട് നിവർന്ന് നിൽക്കാനുള്ള കോലത്തിൽ പോലും ആയിരിക്കില്ല. നീണ്ട 15 വർഷത്തെ അടങ്ങാത്ത കൊതിയാണ് ശ്രീമാൻ ചെന്നിത്തലയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗഡി. ഇങ്ങേരൊക്കെ എപ്പോഴാണ് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പ്ലേറ്റും എടുത്തുകൊണ്ട് ലൈനിൽ കയറി വന്നതെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ കാര്യമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചതി, കൊടും ചതി. 2024 ഇലക്ഷനിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് 4 ലക്ഷത്തിലേറെ വോട്ട് പിടിച്ച് ജയിച്ച ഒരാളാണ്. 63,000 ചില്ലുവാനും വോട്ടിനാണ് പുള്ളി എതിരാളിനെ തോൽപ്പിച്ചത്. ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ജനങ്ങൾ അറിഞ്ഞ പുള്ളിക്ക് വോട്ട് കൊടുത്ത് പുള്ളീനെ വിജയിപ്പിച്ചാണ് ഡൽഹിക്ക് അയച്ചത്. പുള്ളിയായിട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത പുള്ളിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ പുള്ളിക്ക് അതൊന്നും ആവശ്യമില്ല. പുള്ളിക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ CM ആവണം, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ ഇലക്ഷനിൽ പങ്കെടുത്തതിൻ്റെ ഒരു ഭീമമായ ചെലവ് കഴിഞ്ഞിട്ടാണ് പുള്ളി അവിടെ നിന്ന് വിജയിച്ച് പുള്ളി ഒരു MP ആയത്. ഇനി ആ സ്ഥാനം രാജിവെച്ച് പുള്ളി കേരളത്തിൽ വന്നിട്ട് ഇനി വീണ്ടും ഇപ്പോൾ ജയിച്ചിരിക്കുന്ന MLAമാരിൽ ഒരാൾ രാജിവെച്ചാലേ പുള്ളിക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇനി ആ മത്സരത്തിന് വീണ്ടും ചിലവ്. അതിന് പുറമെ പുള്ളി മത്സരിച്ച ആലപ്പുഴ മണ്ഡലത്തിൽ നടക്കുന്ന ബൈ ഇലക്ഷൻ, അതിനകത്തും കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തൂലോ. ആ മത്സരത്തിൻ്റെ വേറെ ചിലവ്. ഈ കാശൊക്കെ ആരുടെയാണ്? ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെയാണ്. അതുകൊണ്ട് പുള്ളിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചതിയൻ. ഒരു കൊതിയൻ, ഒരു ചതിയൻ. ഇതിനിടയിൽ പെട്ടുകിടക്കുന്ന ഒരു പാവം VD സതീശൻ. അയാളുടെ ഗതികേട് അല്ലാണ്ട് എന്ത് പറയാൻ? നിങ്ങൾ തന്നെ പറ സുഹൃത്തുക്കളെ.